ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ദേവയാനി ആദർശിനോട് പറയാണ്, നിന്റെ ഭാര്യയെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നത് നിനക്ക് നല്ല ഉറക്കം കിട്ടാനാ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് എനിക്കിഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടാൽ ഇനിയും ഞാൻ അവളെ പുറത്താക്കും. പരമാവധി അത് ഒഴിവാക്കണം എന്നാ ആഗ്രഹം. അതുകൊണ്ട് അവളോടൊന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, അതെന്താ ദേവയാനി നീ അങ്ങനെ പറഞ്ഞത്? നമ്മുടെയൊക്കെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന കൂട്ടത്തിലല്ലേ നാനമോള്. എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. സത്യം പറയാലോ, ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോൾ നീ അവളെ ഇവിടെ കാത്തിരിക്കുന്നത് പോലെ അവൾ നിന്നെ അവിടെ കാത്തിരിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തീരെ മനസ്സുകൊണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും പറയല്ലേ ദേവയാനി, നയനമോൾ എന്നെ എത്രയോ തവണ വിളിച്ചിരിക്കുന്നു. വിളിക്കുമ്പോഴൊക്കെയും അമ്മയുടെ മനസ്സ് മാറാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അച്ഛ എന്നായിരുന്നു ചോദ്യം. അത്രയും ഞാനൊന്ന് വിളിക്കാൻ കാത്തിരിക്കായിരുന്നു നയനമോള്. അത് അച്ഛൻ പറഞ്ഞത് 100% സത്യാമ്മേ. ഞാനത് എത്രയോ തവണ അമ്മയോട് പറഞ്ഞിരിക്കുന്നു. ആ അച്ഛൻ്റെ അസുഖം മാറിയിട്ടില്ല. അച്ഛന് അവൾ മരുന്നെടുത്തോട് തലല്ലേ തൃപ്തിയാവുള്ളൂ. അതൊക്കെ ആലോചിച്ചപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അത് മിസ്യൂസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആദർശ് അമ്മ പോയി കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറയാണ്, അപ്പോൾ അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛാ. മോനെ, അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനമ്മളെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. പ്രത്യേകിച്ച് നിൻ്റെ അവസ്ഥ അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മൾ കരുതിയത് അവൾക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ച് അവൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നല്ലേ. പക്ഷേ അതായിരുന്നില്ല. നിൻ്റെ സങ്കടം എങ്ങനെ പരിഹരിക്കാം എന്നായിരുന്നു അമ്മ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇതിന് നീ പരിഹാരം കണ്ടു കഴിഞ്ഞു. ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോ എത്രയും പെട്ടെന്ന്. ഇതിനി നിൻ്റെ അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കാൻ. കരള് ദാനം ചെയ്ത പെൺകുട്ടിയാണെന്നും പറഞ്ഞു. നവ്യ മുറിയിൽ നൈൽ പോളിഷൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നയന അതുവഴി വന്നത്. എന്നിട്ട് വിളിക്കുകയാണ്, ചേച്ചി. ആ നയനെ, നീ എത്തിയോ? നീ വരത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കില്ലായിരുന്നോ? അമ്മായിയമ്മ വന്ന് വിളിച്ചല്ലാതെ നീ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന്, ഒരു കാരണവശാലും ഇങ്ങ് വരില്ലെന്ന് നീ പറഞ്ഞ് ഷാഠ്യം ചെയ്തിരിക്കുകയായിരുന്നല്ലോ. പിന്നെ എന്തു പറ്റി? എന്തായിരിക്കും പറ്റിയത്? നീ വെറുതെ എല്ലാവരെയും കാണാൻ വന്നതാണോ? അല്ലെന്നേ, ഇവിടെ താമസിക്കാനായിട്ട് തന്നെ വന്നതാ. എന്നെ എൻ്റെ അമ്മായിയമ്മ വന്ന് വിളിച്ചു ചേച്ചി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ കള്ളം പറയാണോ? അല്ലെന്നേ, ഒറ്റയ്ക്കാ ആദർശേട്ടൻ്റെ അമ്മ വന്നത്. എന്നിട്ട് എന്നോട് വരാൻ പറഞ്ഞു. ഇനി കരൾ കൊടുത്തത് നീയാണെന്ന് അമ്മായി അറിഞ്ഞു കാണോ? ഏയ്, അതൊന്നുമില്ല. ആദർശേട്ടന് വേണ്ടിയിട്ടാണ് അമ്മ എന്നെ വന്ന് വിളിച്ചത്. ഞാൻ വരാത്തത് ആദർശേട്ടന് വലിയ വിഷമായിരുന്നു. അതെനിക്കും അറിയാം. പിന്നെ എങ്ങനെയെങ്കിലും അമ്മ വന്ന് വിളിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ആദർശേട്ടൻ. അതിപ്പോൾ നേരിട്ട് വന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഒരു ഫോൺ കോൾ മാത്രം മതിയായിരുന്നു. ഞാൻ വന്നേനെ. എന്നാൽ ഇന്ന് അമ്മ മകന് വേണ്ടി എല്ലാം വാശിയും വെടിഞ്ഞ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അത് മനസ്സിൽ സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ല. എന്നോടുള്ള ഇഷ്ടവും അമ്മയ്ക്ക് കൂടിയിട്ടില്ല. ഉറക്കമില്ലാത്ത മോനെ പല രാത്രിയിലും കണ്ട അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു. എന്തായാലും നിനക്ക് തിരിച്ചു വരാൻ പറ്റിയല്ലോ. നിൻ്റെ അമ്മായിയമ്മ തന്നെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോഴേക്കും ജലജയും മകനും അവിടെ എത്തി. എന്നിട്ട് പറയാണ്, ഓ, മടങ്ങി വന്ന ചേച്ചിയും അനിയത്തിയും തമ്മിൽ സ്നേഹിക്കുമായിരിക്കും. അല്ല, തല്ലുമായിരുന്നു. എന്താ? നവ്യ വീണ്ടും പറയാണ്, ദേ, ഇനി ഇവൾ മടങ്ങി വന്നു എന്ന് കരുതി ഇവളെ വീണ്ടും അടുക്കളക്കാരിയാക്കാൻ നോക്കണ്ട. ഇനി എൻ്റെ അമ്മായിയമ്മ വേണം ഇവൾക്ക് വെച്ച് വിളമ്പാൻ. ഓ, നിനക്കിപ്പോൾ വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. പിന്നെ ഇവൾക്കും കൂടി ഞാൻ വെച്ച് വിളമ്പണോ? ഇവളെ കൂട്ടിക്കൊണ്ട് വന്നതേ ഇവളുടെ അമ്മായിയമ്മയാ. അപ്പോൾ അവരല്ലേ ഇവൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. മോനും പറയാണ്, അത് ശരിയാ. അപ്പോൾ നവ്യ, അമ്മ പറയുന്നതിന് മുമ്പേ ശരിവെക്കുന്നൊരു മോനും. ഇവളുടെ അമ്മായിയമ്മ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുക. അവരെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ടിനി നിങ്ങൾ വേണം അടുക്കളയിൽ കയറാൻ. പിന്നൊരു കാര്യം, അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ദേഷ്യത്തിൽ ഭക്ഷണത്തിൽ മായമൊന്നും ചേർക്കരുത്. കേട്ട് അഭി പറയാണ്, ഇതുവരെ നല്ല ഭക്ഷണമല്ലേ അമ്മ വെച്ച് വിളമ്പി തന്നത്. ആ ഭക്ഷണമൊക്കെ നീയും നിൻ്റെ അമ്മയും കഴിച്ചതിന് ശേഷം മാത്രം ഞാൻ കഴിക്കാറ്. അത്രയ്ക്ക് വിശ്വാസമാണ് എനിക്കെൻ്റെ ഭർത്താവിനെയും അവൻ്റെ അമ്മയെയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എടി, നിനക്കൊരു മുന്നറിയിപ്പ് തരാനുണ്ട്. ജലജ നയനയോട് പറയാണ്. നീ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഉറക്കം നഷ്ടപ്പെട്ട് നടക്കുമായിരുന്നു ആദർശ്. അതുകൊണ്ട് മാത്രമാണ് ഏട്ടത്തി നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്.
അതിന് പിന്നിലൊരു ചതിയുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ചോദിക്കുക, എന്ത് ചതി? ഈ വീട്ടിലെ ഇപ്പോൾ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് ഇവൾക്കാണ്. അതിൽ അസൂയ തോന്നി ഇവളെ ഇല്ലാതാക്കി കളയാനാണോ കൂട്ടിക്കൊണ്ടുവന്നത് എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നവ്യ ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്വഭാവമാണോ അമ്മായിയുടെ സ്വഭാവം? എൻ്റെ അമ്മായിയമ്മ ഞാൻ ഇതുപോലെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഇതുപോലെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഈ പറഞ്ഞതൊക്കെ സംശയിക്കണം. എന്നാൽ ഇവളെ ഇഷ്ടമില്ലെങ്കിലും ഇവളുടെ അമ്മായിയമ്മ ആൾക്കാരെ കൊന്നുകൊണ്ടൊന്നും രസിക്കാൻ പോകുന്നില്ല. കേട്ട് ജലജ, ആ എല്ലാം കണ്ടറിയണം. നയന പറയാണ്, എന്തായാലും അമ്മ വന്ന് എന്നെ വിളിച്ചല്ലോ, കൊല്ലുകയോ തിന്നുകയോ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോട്ടെ, അതൊക്കെ ഞാനങ്ങ് സഹിച്ചോളാം. നയന പോയി. അപ്പം നവ്യ പറയാണ്, പറഞ്ഞതിനുള്ള മറുപടി കിട്ടിയല്ലോ, വയറ് നിറഞ്ഞല്ലോ, എന്നാ പിന്നെ മുറിയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങാം. ഇത് എൻ്റെ മുറിയാ, നീ നിന്നോ, നിന്നെ വളർത്തി വഷളാക്കിയ ആളോട് മാത്രമേ പോകാൻ പറഞ്ഞുള്ളൂ. വഴിതെറ്റി വന്നവൾ എന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു. അത് കേട്ട് നവ്യ പറയാണ്, ഞാൻ വഴിതെറ്റിയല്ല വന്നത്, എൻ്റെ ഭാര്യയായിട്ടാ. പിന്നെ ഇവിടേക്ക് വഴിതെറ്റി വന്നതും വലിഞ്ഞു കയറി വന്നതും ഒക്കെ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പോൾ ജലജ പറയാണ്, ഇവളുടെ വായിൽ തുണി തിരികെ വെച്ച് കൊടുക്കണം, വലിയ തുണിയെടുത്ത് കൊണ്ടുവന്ന് തിരികെ കൊടുക്കടാ, എന്നാലേ ഇവിടെ ഈ സംസാരം നിർത്തൂ. അപ്പച്ചി അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നവ്യ ചോദിക്കുകയാണ് അബിയോട്, നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സൂത്രശാലിയായ നിൻ്റെ അനിയത്തി മടങ്ങിയെത്തിയിട്ടുണ്ടല്ലോ. സൂത്രശാലിയായ എൻ്റെ അനിയത്തി പഴയതിലും കരുത്തോടെയാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിലെ പലരും ഇനി അവളെ കുറ്റപ്പെടുത്തിയാൽ സഹിക്കില്ല. എന്ന് വെച്ചാൽ എനിക്കും നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഒക്കെയുള്ള അധികാരത്തിൻ്റെ 100 ഇരട്ടിയാണ് അവൾക്ക് ഇനിയുള്ളത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവൾ അതിന് മാത്രം മനമറിക്കുന്ന എന്ത് സഹായ ഈ വീട്ടിലുള്ളവർക്ക് ചെയ്തു തന്നത്? അതൊക്കെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഓ, അവൾ വലിയ ഡിസൈനർ, എന്തോ കുത്തിക്കുറിച്ചപ്പോൾ വലിയ അന്തസ്സുണ്ടായി, അത് അവളുടെ മഹാഭാഗ്യം. ആയിക്കോട്ടെ, ആ മഹാഭാഗ്യം നമുക്ക് കിട്ടിയില്ലല്ലോ. അതുകൊണ്ടിനി അവളുടെ മുന്നിൽ തല താഴ്ത്തി നിന്നാൽ മതി, നീയും നിൻ്റെ അമ്മയും. എന്നെ കാണിക്കുന്നത് ദേവയാനി അടുക്കളയിൽ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് അടുക്കളയിലേക്ക് ജാനകിയും ജലജയും വരുന്നത്. ജാനകിയും ജലജയും വന്നിട്ട് ചോദിക്കുകയാണേ, അയ്യോ വയ്യാത്ത ഏടത്തി അടുക്കളയിൽ കയറിയോ? അതിന് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ അടുക്കളയിൽ കയറിയ എന്താ? ഞങ്ങൾ കരുതി ഏട്ടത്തി പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നത് അടുക്കളയിൽ കയറി ജോലി ചെയ്യിപ്പിക്കാനായിരിക്കുമെന്ന്. ഇപ്പോൾ കാര്യങ്ങൾ മറിച്ചാലോ, ഏട്ടത്തിയാണല്ലോ അടുക്കളയിൽ കയറിയത്. അപ്പോൾ ഏട്ടത്തി പറയാണ്, എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഒരുപാട് മാറ്റം വരുത്തി, എനിക്കിനി ആ പഴയ ദേവയാനിയാവാൻ ഒരിക്കലും പറ്റില്ല. ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമോള്, അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കടമകൾ ഞാൻ ചെയ്തേ പറ്റൂ. ജാനകി ചോദിക്കുക, അല്ല ഏട്ടത്തിക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് നിനക്കറിയില്ലേ ജാനകി? നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ നമുക്കൊക്കെ വെച്ച് വിളമ്പി തന്ന ഒരു അമ്മയുണ്ട് ഇവിടെ, ഏട്ടൻ്റെ അമ്മ. അന്ന് നമ്മൾ സഹായിക്കാനായി കൂടെ കൂടും എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് ജോലിക്കാരി അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മയ്ക്ക് അവശത വന്നതിന് ശേഷം അതിനൊക്കെ മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അമ്മയുടെ സ്ഥാനം ഞാൻ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ കൂടെ കൂടാം. ഒരുപാട് അംഗങ്ങൾ ഉള്ള വീടാ, ഇവിടെ ഒറ്റയ്ക്ക് അടുക്കളയിൽ ഒരാൾ കിടന്ന് കഷ്ടപ്പെടുന്നത് വലിയ ഇടങ്ങാറാണ്. അതുകൊണ്ടാ സഹായിക്കാൻ മനസ്സുള്ളവർക്ക് സഹായിക്കാം എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് ഞാൻ ആരെയും നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല. അപ്പോഴാണ് നയന വന്നത്. നയന വന്നിട്ട് ചോദിക്കുകയാണ്, അയ്യോ അമ്മ എന്തിനാ അടുക്കളയിൽ കയറിയത്? ഒക്കെ ഞാൻ ചെയ്യുമല്ലോ. ജലജ, നീ ചെയ്യാതെ തമ്പുരാട്ടിയെ പോലെ മോളിപ്പോയി ഇരുന്നതല്ലേ, അതുകൊണ്ടല്ലേ ഏട്ടത്തി അടുക്കളയിൽ കയറിയത്? അതുകൊണ്ടൊന്നുമല്ല. ഇനി നിന്നെ അടുക്കളയിൽ കയറ്റിയാൽ ആ പേരും പറഞ്ഞ് നീ വീട് വിട്ട് പോയാലോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എൻ്റെ മോനാ. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. എങ്കിലും നീ വെച്ച് വിളമ്പുന്നത് കഴിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. ജാനകി പറയാ, അമ്മായിയമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാ മരുമകൾ ഇങ്ങോട്ട് വന്നത് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കാം, ഞാനങ്ങനെ പറഞ്ഞോ? അപ്പോൾ ജലജ പറയാണ്, പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം, അത് തന്നെയാണ് നിൻ്റെ മനസ്സിലിരിപ്പ്. അത്രയും പറഞ്ഞ് ജലജയും ജാനകിയും അവിടെ നിന്ന് പോവാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അമ്മ എന്നെ വേദനിപ്പിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്? എനിക്ക് നിന്നെ വേദനിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും ആഗ്രഹമില്ല. മുതൽ അടുക്കളയുടെ മേൽനോട്ടം ഞാനായിരിക്കും. നിനക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അത് ഞാൻ ഉണ്ടാക്കിത്തരാം. എനിക്കൊരു കാര്യം മനസ്സിലായി, അമ്മയ്ക്കിപ്പോഴും എന്നെ സംശയം. എന്താ നീ അങ്ങനെ പറഞ്ഞേ?
പിന്നെ അന്ന് ഞാൻ കാച്ചിയ പാലാണല്ലോ അമ്മ കുടിച്ച് ഹോസ്പിറ്റലായത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും ഭയമുണ്ട്. ഞാൻ ഫുഡുണ്ടാക്കിയാൽ അതിൽ എന്തെങ്കിലും വിഷം കലർത്തുമെന്ന്. പെട്ടെന്ന് തന്നെ ദേവയാനി പറയാണ്, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. അതിൻ്റെ പേരിൽ ഞാനൊരു തർക്കത്തിനില്ല. അമ്മയ്ക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ആയിട്ടില്ല. അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടുമില്ല എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്ക് ഒരു കുഴപ്പവും. അതുകൊണ്ട് നീ ഈ ഭാഗത്തേക്കൊന്നും വരണ്ട. ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ വിളിക്കാം. ആ സമയത്ത് ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഒന്ന് കഴിച്ച് സഹായിച്ചാൽ മാത്രം മതി. എന്നാൽ പിന്നെ ചെല്ല്, പോയി റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുക്കാനോ? അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടെങ്കിലേ റെസ്റ്റ് എടുക്കുമോ? വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുറിയിൽ പോയി റെസ്റ്റ് എടുക്കാൻ. ഞാൻ എന്തെങ്കിലും സഹായിക്കാമേ? എനിക്ക് നിൻ്റെ സഹായം വേണ്ട. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ മടങ്ങിപ്പോവാമേ. ദേവയാനി അത് കേട്ടൊന്ന് വല്ലാതായി. മടങ്ങിപ്പോവാനോ? നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് മടങ്ങിപ്പോവാനാ? അങ്ങനെ നീ മടങ്ങിപ്പോയിട്ട് വേണം എന്നെ സ്നേഹിക്കുന്നവർ എന്നെ കുറ്റപ്പെടുത്താൻ. എൻ്റെ മോനിപ്പോൾ എന്നേക്കാളും ആവശ്യം നിന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ ജയേട്ടനും അച്ഛനും അമ്മയും ആദർശും എല്ലാവരും നീ ഈ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ടുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അത് മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിച്ച് നടക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. എന്ന് കരുതി ഒരുപാട് സമയമൊന്നും എനിക്ക് നിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതാ പറഞ്ഞത് അടുക്കളയിൽ നിന്നും പുറത്തു പോകാൻ. ഇനി ഞാൻ നിന്നെ അടുക്കളയിൽ കയറ്റില്ല മോളെ. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വെച്ച് വിളമ്പി നിനക്ക് തരാൻ, അങ്ങനെയുള്ള എൻ്റെ കാലം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സമയം അനാമിക പുറത്ത് വന്നിരിക്കുകയാണ്. ജാനകിയും ജലജയും അങ്ങോട്ടാണ് വന്നത്. എന്നിട്ട് പറയാണ്, മന്ത്രവാദം, ശരിക്കും മന്ത്രവാദം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. അവൾ പറയാണ്, അനാമിക, ഞാൻ മടങ്ങി വന്ന സമയത്ത് തന്നെ അവളും വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ മോളെ ഇവള് മന്ത്രവാദം എന്ന് പറഞ്ഞത്. ഇപ്പം വയ്യാത്ത ഇടത്തി അടുക്കളയിലും കയറി തുടങ്ങി, അവൾക്ക് വെച്ച് വിളമ്പാൻ വേണ്ടി. ഈ വല്യമ്മക്ക് ഇതെന്താ പറ്റിയത്? ഒന്നും അറിയത്തില്ല മോളെ. നീയിപ്പോൾ ചേച്ചിയും അനിയത്തിയും മാറിയും തിരിഞ്ഞും എന്നെ ശല്യം ചെയ്യും, അതുറപ്പാ. ഇടത്തി ചെന്ന് വിളിച്ചപ്പോൾ ഗോവിന്ദനും കനകയും കൂടി സന്തോഷത്തോടെയായിരിക്കും മോളെ ഇങ്ങോട്ട് വിട്ടത്. അമ്മേ, അവളുമാരി എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാനിവിടെ കാണത്തില്ല, അനാമിക പറയാം. മോളെ, അത് അവളുമാരിക്കറിയാം, അതുകൊണ്ടാണ് മോളെ ഓരോന്നും പറഞ്ഞ് ചൊടിപ്പിക്കുന്നത്. ജലജ പറയാ, നന്ദുവിനെ കൊല്ലാൻ നോക്കിയത് മോളുടെ അച്ഛനയച്ച ആൾക്കാരാണെന്ന് ഒരു സംസാരമുണ്ടല്ലോ. അതിലെന്തെങ്കിലും സത്യമുണ്ടോ മോളെ? ഞങ്ങളെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അല്ല, ഇനി അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അതോടെ അവളെ കൊണ്ട് മോൾക്കുള്ള ശല്യം തീരുമല്ലോ. ഏത് ഗ്രഹണ സമയത്താണോ എന്തോന്നറിയില്ല, എനിക്ക് അനിയെ കല്യാണം കഴിക്കാൻ തോന്നിയത്. ജാനകി പറയാ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നിന്നെ ഞാൻ മരുമകളായിട്ടല്ല സ്വന്തം മോളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കാര്യമില്ല ജാനകി. ഇവിടെ തലങ്ങും വിലങ്ങും രണ്ടെണ്ണം നിന്ന് മോളെ ശല്യം ചെയ്യുന്നത് കാണുന്നില്ലേ? അങ്ങനെയാവുമ്പോൾ മോൾക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരില്ലേ? ജാനകി പറയാ, ഏട്ടത്തി നല്ല മനസ്സോടെയല്ല അവളെ വിളിച്ചുകൊണ്ട് വന്നത്. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ ആദർശിൻ്റെ കരച്ചിൽ. അതിലുപരി വേറൊരു കാര്യം കൂടിയുണ്ട്. അച്ഛൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എന്നെ വിളിച്ചു കൊണ്ടുവരാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ അച്ഛൻ ഏട്ടത്തിയോട് പറഞ്ഞത് ഏട്ടത്തിയുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതൊക്കെ അവളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള കാരണമോ? അത് കേട്ട് ജലജ പറയാ, ഈ അച്ഛനാണ് എല്ലാത്തിനും കാരണം. അവളെ തലയിൽ കയറ്റി വെച്ചത് ഈ അച്ഛനാ. ഈ വീട്ടിലേക്ക് അവൾ വന്ന നാൾ മുതൽ ആദർശിന് പോലും അവളോട് വെറുപ്പായിരുന്നു. അന്ന് അവളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഉപദേശങ്ങളുമായിട്ട് നടന്നത് അവൻ്റെ പിന്നാലെ അച്ഛനും അമ്മയുമാണ്. എന്നാലും എൻ്റെ കാര്യം പരിങ്ങലിലായി. അനി ചിലപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം നയനയോട് പറഞ്ഞു കാണും. ഏട്ടത്തി ഇങ്ങോട്ട് വരണം എന്നും അവൻ പറഞ്ഞു കാണും. അവനറിയാം അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പോകുമെന്ന്. കേട്ട് ജാനകി പറയാ, അവിടെ ആ മോള് മിടുക്ക് കാണിക്കേണ്ടത്. എൻ്റെ മോനെ ഉൾപ്പെടെ അവൾ സ്വാധീനിക്കുമ്പോൾ മോൾ അവനെ മാറ്റിയെടുക്കണം. എൻ്റെ ജാനകി, നിനക്ക് നിൻ്റെ മോനെ അറിയാലോ. ആദർശ് പറയുന്നതിൻ്റെ അപ്പുറം അവൻ നിൽക്കത്തില്ല. ഇക്കാര്യത്തിൽ നിൻ്റെ ഭർത്താവ് പോലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. അച്ഛൻ മകനെ ഉപദേശിച്ചാലല്ലേ അവൻ നന്നാകത്തുള്ളൂ. ശരിയാ, എങ്ങനെ നോക്കിയാലും ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല മോളെ. പക്ഷേ എൻ്റെ വീട്ടിൽ ചെന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആളുണ്ടമ്മേ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഓടിപ്പോകുന്നത്. നീ അങ്ങനെ പോകരുത് മോളെ, നിനക്കൊപ്പം ഞാനും ഉണ്ട്. പിന്നെ ഇവിടുന്ന് മനഃപൂർവ്വം ഒഴിവാക്കാൻ നോക്കിയാൽ ഈ വീടിനകത്ത് പിന്നെ കൊലപാതകം നടക്കും.
നയന എന്ന് പറയുന്നവളെ കൊന്നിട്ട് ഞാനും ചാവും. മോള് ധൈര്യമായിട്ടിരിക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ജാനകി അവിടെ നിന്ന് പോയി. എൻ്റെ മോളെ, മോൾക്കറിയാലോ, എൻ്റെ മരുമോളെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. കൊണ്ട് അവളെയും അവളുടെ അനിയത്തെയും ഒഴിവാക്കാൻ ഒരവസരം വന്നാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഏട്ടത്തി മുമ്പ് പറഞ്ഞതുപോലെ വീട്ടിൽ ഒറ്റ മരുമകളെ വന്നിട്ടുള്ളൂ, മോളാ. അതും പറഞ്ഞ് ജലജ അനാമികയെ ഒന്ന് സുഖിപ്പിച്ചിട്ട് പോയി. പിന്നെ അനാമികയുടെ വീട്ടിൽ അനാമികയുടെ അമ്മ മുകളിൽ നിന്നും താഴെ വന്ന് അച്ഛനോട് ചോദിക്കുകയാണ്, അറിഞ്ഞോ കാര്യങ്ങൾ? അച്ഛൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി? നമ്മുടെ മോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ വേറൊരുത്തിയും എത്തി. അവൾ തന്നെ അനന്തപുരി തറവാട്ടിലെ ആ മൂത്ത മരുമകൾ നയന. നമ്മുടെ മോള് വരുന്നു എന്നറിഞ്ഞിട്ടാണോ? അതിനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഇപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അവളുടെ ശത്രുവാണ്. അവളുടെ അമ്മായിയമ്മ തന്നെയാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നേന്ന്. അതെങ്ങനെ ശരിയാവും? അവർക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടൂടല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ തന്നെ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. ദർശിൻ്റെയും അവൻ്റെ മുത്തശ്ശൻ്റെയും സങ്കടം തീർക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. അവൾ തിരിച്ചു വരാൻ വേണ്ടി അവൾക്ക് കൊണ്ടുപോയി സ്വർണം കൊടുത്ത കൂട്ടത്തിലല്ലേ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും. അവരുടെയൊക്കെ തലയ്ക്ക് വട്ടാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി നമ്മുടെ മോൾക്ക് വട്ടി പിടിക്കുമെന്നാണ് എൻ്റെ പേടി. അങ്ങനെയാണെങ്കിൽ അവൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിൽക്കും. നീ അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിത്തുള്ളി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ്. എന്നാലും മോൾ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ മറ്റവളും വന്നതാ മോൾക്ക് സങ്കടമായത്. അനി ഇവിടെ വന്നപ്പോൾ അവനവൻ്റെ ഏട്ടത്തിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് നീ കണ്ടില്ലായിരുന്നോ? ഏട്ടത്തിയെ നമ്മുടെ മോള് പിടിച്ചു തള്ളിയത് അവന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ മോളെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും അവന് അവൻ്റെ ഏട്ടത്തി അവിടെ വരണം എന്നായിരുന്നു ആഗ്രഹം. എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു. നമുക്ക് നോക്കാം ഇത് ഏതുവരെ ചെന്നെത്തുന്നു. എന്തായാലും നയനയും അവളുടെ അമ്മായിയും തമ്മിൽ ഒത്തുപോവില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ആദർശ് നേരെ ഓഫീസിലേക്ക് പോവാണ്. അവിടെ പോകുന്ന വഴിക്ക് തന്നെ ആദർശ് പറയാണ്, കൊടുക്ക്, എല്ലാവർക്കും ലഡു വിതരണം ചെയ്യാണ്. എല്ലാവരും ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയാണ്. ഒരാൾ ചോദിക്കുകയാണ്, എന്താ സാർ പുതിയ വിശേഷം? പുതിയ ഓർഡർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വൈഫിന് എന്തെങ്കിലും വിശേഷമുണ്ടോ സാർ? ഒരു വിശേഷമുണ്ട് എന്ന് കരുതി നീ ഉദ്ദേശിക്കുന്ന വിശേഷമൊന്നുമല്ല. നയന അവളുടെ വീട്ടിൽ നിന്ന് മടങ്ങി വന്നു. അമ്മയാ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നത്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാണല്ലോ. അതെ, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യമാണ്. സന്തോഷേ എനിക്ക് മറച്ചു വെക്കാൻ ആവില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല, എങ്കിലും പറയുക, എനിക്കും സാറിൻ്റെ വൈഫിനെ പോലെയുള്ളൊരു ഡിസൈനർ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ മേഡം വീട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടതാ, ഇവിടുത്തെ ചീഫ് ഡിസൈനറായിട്ട്. അത് കേട്ട് പവിത്ര പറയാം, അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിത് സാറിനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാ. ഇതും അമ്മയുടെ പരിധിയിലുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമായിരിക്കും. ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യാൻ മാത്രമല്ല, ജീവിതം ഡിസൈൻ ചെയ്യാനും മിടുക്കുള്ള നല്ല കൂട്ടത്തിലാണ് ഞാനാ. എന്നിട്ട് ആദർശ് പറയാണ്, സ്വന്തം ഭാര്യ ആയതുകൊണ്ട് പുകഴ്ത്തി പറയല്ല കേട്ടോ, അതാണ് സത്യം. അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ നല്ലതൊക്കെ സംഭവിക്കൂ. ചേട്ടൻ്റെ വാക്കുകൾ പൊന്നാവട്ടെ. ഈ കമ്പനിയിലെ ചീഫ് ഡിസൈനറാവാൻ കഴിയട്ടെ. അങ്ങനെ എല്ലാവരും പറഞ്ഞ് പ്രശംസിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.